കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കീബോർഡ് ആപ്പിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കുറേ കീബോർഡ് ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി പ്രഡിക്ഷൻസ് ഉള്ള കാര്യങ്ങൾ, അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള കുറേ കീബോർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കീബോർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ചെക്ക്, ഗ്രാമർ ചെക്ക്, പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത് അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യുന്നതിന് എക്സ്പ്ലനേഷൻ തരുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് ഏതാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്പിന്റെ പേര് ഗ്രാമർലി കീബോർഡ് എന്നുള്ളതാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്രാമർലി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കീബോർഡ് നിങ്ങൾക്ക് കാണാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. ഇവിടുന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗം കാണാം, അവിടെ പ്രസ് ചെയ്യാം. ഇനി മിസ്റ്റേക്ക് ഫ്രീ റൈറ്റിംഗ് ഇൻ ഓൾ യുവർ ആപ്സ്. നമ്മൾ ഏതൊരു ആപ്പിൽ യൂസ് ചെയ്താലും അതിലെല്ലാം ഗ്രാമർലി സപ്പോർട്ട് ആവും എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഓർ ഫേസ്ബുക്ക് എന്ന് ചോദിക്കും. മെയിലായിട്ടോ അല്ലെങ്കിൽ ഗൂഗിളുമായിട്ടോ ഫേസ്ബുക്കായിട്ടോ നമുക്കിത് കണക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് സെറ്റപ്പ് ഗ്രാമർലി എന്നുള്ള ഒരു ഭാഗമാണ്. അവിടെ ആഡ് ഗ്രാമർലി കീബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് പ്രസ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ കീബോർഡ്സും ഇവിടെ വരും. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ വെർച്വൽ കീബോർഡ്സിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഗ്രാമർലി കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇനി സ്വിച്ച് ടു ഗ്രാമർലി എന്നുള്ള ഓപ്ഷനാണ്. സ്വിച്ച് ഇൻപുട്ട് മെത്തേഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചേഞ്ച് കീബോർഡ് എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ഇംഗ്ലീഷ് ഗ്രാമർലി കീബോർഡ് എന്നുള്ളത് പ്രസ് ചെയ്യും. ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അതിനു മുൻപ് കുറച്ചുകൂടി സെറ്റിങ്സിലെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അവിടെ ഓട്ടോ കറക്ഷൻ ഓൺ ചെയ്യുന്നുണ്ട്, ഓട്ടോ ക്യാപിറ്റലൈസേഷൻ, ഡബിൾ സ്പേസ് ഫുൾ സ്റ്റോപ്പ് ആയിട്ടുള്ള ഇത് ചെയ്യാം, വൈബ്രേറ്റ് ഓൺ കീ പ്രസ് ഉണ്ട്, വോയിസ് ഇൻപുട്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാമർലി കീബോർഡിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രാമർലി കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൽ കാണും. നമ്മുടെ അടുത്ത് ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചിട്ട് പോപ്പപ്പ് വരും. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കറക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഏതെങ്കിലും കോണ്ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത് അതിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. 2 വേർബ് ഒരു സെൻറ്റൻസിൽ വരിക, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പം പറ്റില്ല എന്നുള്ളത് അവിടെ തന്നെ കാണാം. ഇനി നമുക്ക് മിസ്റ്റേക്സ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഭാഷ അനായാസം മെസ്സേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെറ്റപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. എല്ലാ ആപ്സിൻ്റെയും കൂടി സ്മൂത്ത്ലി ഈ ഒരു ആപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും അതിലുള്ള മിസ്റ്റേക്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള സ്കിൽസ് വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു. എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളതിന് ഒരു ഷോർട്ട് ക്ലിയർ എക്സ്പ്ലനേഷനും എല്ലാ കറക്ഷൻസിനൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും ഫ്യൂച്ചറിൽ അത് ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അഡ്വാൻസ് പങ്ക്ച്വേഷൻ കറക്ഷൻസും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. ടെക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ഇടാം. നിങ്ങൾ അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ